നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കരിച്ചാൽ സലാം വീട്ടുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു: അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവിനെ ചോദിക്കുന്നു. വരിസ്ഖൻ തയ്യിബ, നല്ല ഉപജീവനത്തെ ചോദിക്കുന്നു. വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന പ്രവൃത്തിയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ വളരെ ചെറിയ ഒരു ദുആ ആണ്, പക്ഷേ മനുഷ്യ ജീവിതത്തിൽ ഇത്രയധികം ഉപകാരപ്പെടുന്ന മറ്റൊരു ദുആ ഇല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ ദുആ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമാണ്. അവർ പറയുന്നത് കാന യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. അപ്പോൾ പ്രവാചകൻ പതിവാക്കിയ കാര്യമാണ്. ഇദാ സ്വല്ല സുബഹ, സുബഹി നമസ്കരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫജ്റിൻ്റെ സമയത്ത്, ഹീന യുസല്ലിമു, സലാം വീട്ടുമ്പോൾ. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ദുആ നിർവഹിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ നിർവഹിച്ചാൽ അത് ഏറ്റവും ഖൈറാണ്. നമുക്കറിയാം, നമസ്കാരത്തിലെ തശഹ്ഹുദിലുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം ലഭിക്കും. സലാം വീട്ടുന്നതിന് മുമ്പുള്ള ദുആക്ക് കൂടുതൽ ഉത്തരം ലഭിക്കും. അപ്പോൾ ഈ ദുആ ഫജ്ർ നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് നിർവഹിക്കുകയാണെങ്കിൽ ഖൈറാണ്. അതുകൊണ്ടാണ് ഹീന യുസല്ലിം, സലാം വീട്ടുമ്പോൾ എന്ന് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെയുള്ള അദ്കാറുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇതും ചൊല്ലിയിരുന്നു. അപ്പോൾ സലാം വീട്ടിക്കഴിഞ്ഞാൽ പ്രഭാത നമസ്കാരത്തിന് ശേഷമുള്ള, സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകളിൽ, ദുആകളിൽ ഇത് വന്നിരുന്നു. അപ്പോൾ ഈ രണ്ട് സമയത്താണെങ്കിലും കുഴപ്പമില്ല. ഇനി സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഇത് ചൊല്ലിയാലും കുഴപ്പമില്ല. ഇനി ളുഹറിന് മുമ്പായിക്കൊണ്ട്, ഒരാളോട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ളുഹറിന് മുമ്പായിക്കൊണ്ട് ചൊല്ലിയാലും കുഴപ്പമില്ല. ഏതായിരുന്നാലും ഏറ്റവും ആദ്യ സമയത്ത് തന്നെ ചൊല്ലലാണ് ഖൈർ.